ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായമൊന്നുമില്ലാത്ത 60കളുടെ കാലഘട്ടത്തിൽ അന്യഭാഷാ നായികമാർ തന്നെ അഭിനയിച്ച് ശബ്ദം കൊടുത്തിരുന്ന മദിരാശി ചിത്രങ്ങൾ ഏറെയാണ്. എന്നാൽ ഇന്ന് ഏറെ ഹിറ്റായ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ ആ കാലഘട്ടത്തിൽ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഹാസ്യത്തിൻ്റെ മേമ്പടി ചാലിച്ച് ടീം കാർണിവൽ അവതരിപ്പിക്കുന്നു ഇടിയൻ ഏമാൻ ബൈജു. മുരുകാലയുടെ അല്ല മുരുകാലയുടെ എന്നാൽ മുരുകാലയുടെ ഇടിയൻ ഏമാൻ ബൈജു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആക്ഷൻ ഹീറോ ബൈജു. പൂക്കൾ പനനർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം കിളിതീളം നീയും കേൾക്കുന്നുണ്ടോ? നിർത്താം. അണ്ണായി ശങ്കരമൂർത്തി. നീ ആരാണ്? നീ ആരാണെന്ന് ചോദിക്കാൻ നീ ആരാണ്? അത് ചോദിക്കാൻ നീ ആരാണ്? അത്രയ്ക്കായും ഇന്നാ പിടിച്ചോ. അയ്യോ, അവിടെ എന്താണ് നടക്കുന്നത്? സംഘട്ടനം ചൊക്കലിംഗം. അയ്യോ ഏമാനെ, എന്നെ ഇടിക്കല്ലേ, ഞാൻ ഇടിക്കുമട, എന്നെ ഇടിക്കല്ലേ, നിന്നെ ഞാൻ ഇടിക്കുമട കള്ള. ദൈവത്തെ ഓർത്തിട്ട് ഇടിക്കരുത്. ആ കള്ള ഇടിക്കണ്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കൻ. സംവിധാനം കോദണ്ഡ പാണ്ഡ രണ്ടിയാ. എന്തോ പ്രോബ്ലം ഉണ്ട്. എല്ലാവരും തോക്കെടുക്കേണ്ട കാര്യമില്ല, അത് കുക്കറിന്റെ വിശ്രമിക്കുന്നതാണ്. അപ്പൊ നമുക്കുള്ള കഞ്ഞി റെഡിയായി കാണുമല്ലോ. ചമ്മന്തി ഇറക്കാനുള്ള തേങ്ങയുമായിട്ട് നമ്മുടെ ഏമാനിങ് എത്തും. പറഞ്ഞു തീർന്നില്ല, ആണ്ടെ കഞ്ഞിയമാറിങ് എത്തിക്കഴിഞ്ഞു. കഞ്ഞിയമാനും അല്ല, ആക്ഷൻ ഹീറോ ബൈജു ഏമാൻ. ഇതാ എടുത്തുകൊള്ളിൻ തേങ്ങ. പ്രതികളെ ഇരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി ഇറക്കാം. ഏമാനെ, ചമ്മന്തി ഇറക്കണമെങ്കിൽ 2 തേങ്ങ പോരെ? എന്തിനാ ഇത്രയും തേങ്ങ? നമുക്കെങ്കിൽ ബാക്കിയത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാമടോ. തേങ്ങാപ്പാൽ എനക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അവർ ചെയ്ത കുറ്റം? ഇവർ സൈക്കിളിൽ ഡൈനാമോയില്ലാതെ ലാട് കയറിപ്പോയി. അഹങ്കാരികൾ, നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്നറിയാം. എന്താണ് നിന്റെ പേര്? എന്റെ പേര് ഹപ്പി എന്നാണ്. എന്റെ പേര് ഹിപ്പി എന്നാണ് മാനെ. ഓഹോ, നിങ്ങളാണല്ലേ ഹപ്പിയും ഹിപ്പിയും. ഈ കഥ ഞാൻ ഒരുപാട് വായിച്ചിട്ടുമുണ്ട്, സിറിച്ചിട്ടുമുണ്ട്. നേരത്തെ ഇന്നല്ല അന്ന് പപ്പുപിള്ള എന്തോ ആ വാൽക്കുട്ടി ഊറിയെടുക്കാം. അത് ഞാൻ എപ്പോഴേ ഊറിക്കട്ടി. അന്തസ് ഒരു കാര്യം, ആ സൈക്കിൾ ഇവരെ കേട്ട് വിട്ടേക്കും. സൈക്കിൾ കൊടുക്കുന്നത് മണ്ടത്തരമല്ല ഏമാനെ. എങ്ങനെ മണ്ടത്തരമാകും? അതെല്ലാം എന്റെ ബുദ്ധിപരമായ നീക്കമാണ്. ഈ വാൽക്കുട്ടി ഇല്ലാതെ അവർ എങ്ങനെ സൈക്കിളിൽ കാട്ടെടുത്ത് യാത്ര ചെയ്യും? അന്തസ് യമാനെ, ഒരു പരാതിയുമായി ഒരു ഉരുപ്പടി കൊണ്ട് പുറത്തു നിൽപ്പുണ്ട്. ഉരുപ്പടി അല്ല, ദമ്പടി. ആ ദമ്പടി അല്ല, ദമ്പതികൾ. വരാൻ പറയൂ. ദമ്പതി എങ്കിൽ ദമ്പതി. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? എന്റെ പെണ്ണുമ്പള എന്റെ പിള്ളേരെ കൊണ്ട് പോയി ഏമാനേ, പോയി. എവിടെയാണ് പോയത്? അവിടെയാന്നറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ യാമാനോ? എന്റെ പെണ്ണുമ്പിളെ കിട്ടൂ യാമാനെ? അല്ല, മക്കളെ വേണ്ടി. മക്കളെ വേണ്ട, പെണ്ണുമ്പിള വന്നിട്ട് ചില കാര്യങ്ങളുണ്ട് യാമാനെ. ഓഹോ, അങ്ങനെയോ? അവളുടെ പെണ്ണുപിള്ള ഇതാണോ നിന്റെ ഭാര്യ? ഇതാണ് അത്യാഗ്രഹി, ഇവിടെ നീങ്ങി നിൽക്കും. എന്താ നിന്റെ പേര്? എന്റെ പേര് സാവിത്രി. എന്താ നിന്റെ പരാതി? ഞാൻ ഇയാളുടെ 8 മക്കളെ പ്രസവിച്ച സ്ത്രീയാണ്. കള്ളവാണ് യമാനെ. 4 അവക്കും 4 എനിക്കുമുള്ളതാണ് യമാനെ. ഇനിയും പ്രസവിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. നാം 2, നമുക്ക് 2, ഇങ്ങനെയല്ലേ സർക്കാർ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞ സർക്കാരിന്റെ വീട്ടിൽ ചെന്ന് നോക്കണം. അംഗനവാടി നടത്താനുള്ള പിള്ളേരുണ്ട് യമാനെ. ആസ്ഥാനത്തോണ്ട് ശ്രീ, അവിടെ പള്ളിക്കൂടമല്ല, നിന്റെ വീട്ടിലാണ് പള്ളിക്കൂടം തുടങ്ങേണ്ടത്. ആട്ടെ, നിനക്ക് എന്താ ഒരു ജോലി? എനിക്ക് വീട് തീർപ്പാണ് യമാനെ. എവിടെയാണ് എന്റെ വീട്ടിൽ തന്നെയാണ് യമാനെ. ചുമ്മയല്ല, പാ തെറുക്കാനുള്ള സമയം കിട്ടാത്തത്.
ആട്ടെ, നിനക്ക് എത്ര രൂപ കിട്ടും? എനിക്ക് ഒരണ കിട്ടും. അരയണ കൊണ്ട് ഞാൻ ഇവക്ക് പലർക്ക് സാമാനങ്ങൾ മേടിക്കും. അരയണ കൊണ്ട് ഞാൻ ഇവക്കും പിള്ളേർക്കും ഞാറങ്ങാ മിഠായിയും ചക്കക്കുരുവും മേടിച്ചു കൊടുക്കുകയാണേ. ചക്കക്കുരുവും മേടിച്ചു കൊടുക്കും. അങ്ങനെയോ? എന്താണ്, നീ സാരായം കുടിക്കുമോ? ഇല്ല. വീടി വലിക്കുമോ? ഇല്ല. പെണ്ണുങ്ങളുമായി ഹണഹുണാവുള്ളതുമുണ്ടോ? അയ്യോ, അങ്ങനെ ഒന്നുമില്ല ഏമാനെ. ഞാൻ നോക്കിയിട്ട് അവന്റെ തെറ്റൊന്നും കാണുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ഒന്ന് പെറ്റുകൂടി. അത് 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 ഏത്? നാം പ്രസവം നിർത്തി ഏമാനെ, പ്രസവം നിർത്തി. പറ്റിക്കാൻ വേണ്ടി പറയാറിക്കല്ല ഏമാനെ. പറ്റിക്കാനാണ് ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാമാനെ. ഇത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കുമല്ല ഏമാനെ. പറ്റിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാമാനെ. പോയി തുലയട്ടെ നാശം. നിർത്തടി. ഇനി നീ ഇവിടെ കിടന്ന് സംസാരിച്ചാൽ നിന്റെ ഭിത്തിയിൽ പിടിച്ച് ഞാൻ കാലടിക്കും. ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കാനുള്ള ബോധം വേണം. ഹേമാനെ, അന്തസ്സും ആഭിജാത്യമുള്ള തറവാട്ടിൽ പറഞ്ഞ സ്ത്രീയാണ് ഞാൻ. ഞാൻ ചെയ്തത് തെറ്റാണോ? പറയൻ പറയൻ. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താ അത്? നിന്റെ തന്തയല്ല എന്റെ തന്ത. കഴക്ക് പുറത്ത്. ഏമാനെ, അങ്ങാടികൾ തുണിയില്ലാതെ നിന്ന് പാട്ട് പാടിയ ഒരു പ്രതിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, എന്തിനാണോ ആവശ്യമില്ലാത്ത ഈ കേസുകൾ? നമുക്കതൊന്നും വേണ്ട. ആ പ്രതിയുടെ പേര് അമ്പിളി എന്നാണ്. ആ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്യാം. വേണമെങ്കിൽ നീ ലീവ് എടുത്തുകൊള്ളൂ. ഞാനൊന്നും ലീവ് എടുക്കില്ല. ഞാൻ ഈ ഒരിക്കലും ലീവ് എടുക്കില്ല. ആ, അങ്ങനെയോ? അമ്പിൾ, നല്ല അമ്പിൾ. ഏമാനെ, ദാ അമ്പിളി വന്നിട്ടുണ്ട്. അമ്പിളി, അമ്പിളി നാൽക്കവളയിൽ ഇങ്ങനെ തുണിമണിയില്ലാതെ പോകുന്നത് ശരിയാണോ മോളെ? അത് തെറ്റല്ലേ? അമ്പിളിയെ വിളിക്കൂ. ഞാനാണ് അമ്പിളി, അമ്പിളി സുരേഷ്. നീ അമ്പിളി സുരേഷാണ്. നീ അമാവാസി സുരേഷാണ്. നിങ്ങളല്ലേ പറഞ്ഞത് ഇവന് തുണിമണിയില്ല? എവിടെ നിന്ന് കിട്ടി ഈ കാക്കിനിക്ക? അത് നമ്മുടെ പാറാവ് നിൽക്കുന്ന പോലീസുകാരന്റെ ട്രൗസറാണ് സാർ. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആ മാവൻ ചുവട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. അവനോട് പറഞ്ഞേക്ക് അവിടെ നല്ല കട്ടുറുമ്പുണ്ടെന്ന്. ചളി കോമഡി പറഞ്ഞാൽ അപ്പം സിരിച്ചു കൊള്ളണം. നോക്കൂ, നമുക്ക് നാൽക്കവിടെ നിൽക്കുമ്പോൾ തുണിയെല്ലാം നിൽക്കുന്നത് തെറ്റല്ലേ? ഏമാനെ, അച്ഛനും അമ്മയ്ക്കും ഞാനൊരു കുട്ടിയാണ് എന്ന് കരുതി നിനക്ക് തുണി കൊടുക്കുന്നതിൽ എന്താണ് ആ കുഴപ്പം? കുട്ടികളാരും തുണി കൊടുക്കാറില്ല. ഏമാനെ, ഇവൻ തുണിയെടുക്കാറില്ലെങ്കിലും ഇവൻ അസലായിട്ട് പാട്ട് പാടും. ആണോ? എന്നാൽ എനിക്ക് നിന്റെ ഒരു പാട്ട് കേൾക്കണം. പാട്ട് പാടണമെങ്കിൽ മേശ വേണം. മേശയിൽ കൊട്ടിയാലേ പാടാൻ പറ്റൂ. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ, കൊട്ടിപ്പാടും. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, പൊളിസറത്തെ ട്രാക്കുമാട്ട്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം. മുത്തേ പൊന്നെ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ. രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീ എൻ്റെ മനമാകും. മുത്തേ പൊന്നെ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എൻ്റെ കരളല്ലേ. നേരത്തെ പാട്ട് കൊള്ളാം. പക്ഷേ നിന്റെയുള്ള ഡാൻസ് ലോക പരാജയം. നോക്കൂ, എന്തായാലും ശരി, തുണി ഉടുക്കാതെ നടക്കുന്നത് തെറ്റാണ്, തെറ്റ്. ഏമാനെ, അമ്മക്ക് അച്ഛനുണ്ട്, പെങ്ങൾക്ക് അളിയനുണ്ട്. എനിക്കാരുള്ള ഏമാനെ, എനിക്കാരുമില്ല. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് പോലും ഈ അവസ്ഥ കൊടുക്കരുത്. നോക്കൂ, ഇതാ 8 അണയുണ്ട്. 4 അണ നീ ആഹാരം വാങ്ങി കഴിക്കണം. ബാക്കി 4 അണയ്ക്ക് നല്ലൊരു നിക്കർ വാങ്ങിട്ടിടണം. ഏമാനെ, എനിക്ക് 4 രൂപ മതി. അതെന്താണ്? കുട്ടികൾ തുണി ഉടുക്കാറില്ല ഏമാനെ. കുട്ടമ്പിള്ളേ, ഏമാനെ, പിടിച്ച ലോക്കപ്പിലിടാ. വരുന്നടാ ഇവിടെ. ഹലോ, ഹലോ, പോലീസ് സ്റ്റേഷനാണ്. പിന്നെ നിന്റെ വീടാണെന്ന് കരുതിയോ? തീവണ്ടി ഓഫീസിൽ ഒരു കൊള്ളക്കാരൻ ബോംബുമായി നിൽക്കുന്നു. ആഹാ, അവനെ ഞാൻ പിടിച്ചുകൊണ്ട് വരട്ടെ? വേണ്ട, അവനൊരു 5 സെന്റ് സ്ഥലം മാറ്റി വീട് വെച്ച് കൊടുക്ക്. പിടിച്ചുകൊണ്ട് വാടാ ഇവിടെ.
ഇത് നിന്റെ കൂട്ടുകാരനല്ല, ഇത് പെട്ടി പാമ്പാണ്, പാമ്പ്. എന്നാലും ഇതൊന്ന് പിടിച്ചേ. താങ്ക് യു. ഞാൻ പോട്ടെ. അയ്യോ പാമ്പ്. ദാ, ഇവിടെ വാടാ. എന്താടാ ഇതിനകത്ത്? ഈ പട്ടിക്കുള്ളിൽ ഒന്നാണെന്ന് എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അതെന്താ? അതെന്താ? ഞാൻ ഒരു ഊമയാണ്. ഈശ്വരാ, നല്ലവർക്ക് പോലും ഈ ഗതി കൊടുക്കരുത് എന്നാലും പറയും. ഈ പാമ്പ് എപ്പ പൊട്ടും? ബോംബുണ്ടാക്കുന്നത് തിന്നാനല്ല, അത് പൊട്ടാനാണ്. അയ്യോ! പേടിച്ച് തൂറികൾ. ഹൈ! ഈ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ധൈര്യശാലികൾ 2 പോലീസുകാരാണോ പാടിച്ചു പോകുന്നത്? ചെന്ന് ആ പാമ്പ് ഡിസ്കണക്ട് ചെയ്യൂ, ചെല്ലു. ഏമാനെ, എനിക്കിത് തുറക്കാൻ പേടി ഉണ്ടായിട്ടല്ല. എന്താണ്? എന്റെ ഭാര്യ അനാഥയായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഏമാനെ. അപ്പൊ പിള്ളേ, നിന്റെ ഭാര്യയുടെ കാര്യം ഞാൻ ഏറ്റു. അവക്കങ്ങനെ തന്നെ വേണം. അത് ഡിസ്കണക്ട് ചെയ്യൂ. ഏമാനെ, കത്തിയടിക്കും. എനിക്കൊരു ആശയം തോന്നുന്നു. എന്താ? ഇതിന്റെ പച്ചവയർ നമുക്ക് കണ്ടിച്ചാലോ? അല്ലല്ല, ചുമന്ന വയറാണ് കണ്ടിക്കേണ്ടത്. പച്ചവയറാണ് കണ്ടിക്കേണ്ടത്. അല്ല, ചുമന്ന വയറ്. പച്ചവയറാണ് കണ്ടിക്കേണ്ടത്. ചുമപ്പ്. പച്ച ചുമപ്പ്. പച്ച നിർത്തിടാ. എന്തെങ്കിലും ചെയ്ത് ആ ബോംബ് പൊട്ടാതിരിക്കാനുള്ള പണി ചെയ്. അയ്യോ! പപ്പു പിള്ളേ, കുട്ടം പിള്ളേ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? യവാനെ, ഇവനാണ് തെറ്റിച്ചത്. ഇവൻ കട്ട് ചെയ്തത് പച്ചവയറാണ്. അല്ല, ഞാൻ കണ്ടു ചുമപ്പ്. പച്ച ചുമപ്പ്. പച്ച ചുമപ്പ്. പച്ച ചുമപ്പ്. ഞെളിച്ചില്ലടാ. എടാ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് 2 കളർ മാത്രമേ ഉള്ളൂ. അത് പച്ചയുമില്ല ചുവപ്പുമില്ല. അന്തസ്.